ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ? തമിഴ്നാട്ടിൽ പൺപൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ദൂരെ ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് അങ്ങ് ദൂരെ കാണുന്ന മലമുകളിലൊരു ക്ഷേത്രമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് തിരുനെൽവേലി ജില്ലയിലാണ്, തെങ്കാശി താലൂക്കിലാണ് പൺപൊഴി. ഇവിടെ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. തിരുമലൈക്കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ബോർഡറാണ്. പശ്ചിമഘട്ടത്തിൽ ഒരു ചെറിയ കുന്നിൻ മുകളിൽ മുരുകൻ തിരുമലയും കുമാരസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഒട്ടുമിക്ക മനുഷ്യരുടെയും പേരും തിരുമലൈ എന്ന് തന്നെയാണ്. ഞങ്ങൾ ഈ കടന്നു വരുന്ന റോഡ് ശ്രദ്ധിച്ചോ? എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. രണ്ട് വശയും പാറ, ഒരു ഒറ്റ നീളത്തിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന പാറയാണ്. അതായത് നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ മല. ഈ റോഡ് നിർമ്മിച്ചിട്ട് അധികം കാലം ആയിട്ടില്ല. അതിനു മുൻപ് 625 പടിക്കെട്ടുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഞങ്ങളിവിടെ ആദ്യം വരികയല്ല. പണ്ട് വിനുവും വിച്ചും കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മേഘങ്ങളും മലയും ഒക്കെ നമുക്ക് താഴെയാണെന്ന് തോന്നിപ്പോകും. ഞങ്ങൾ പോകുന്ന വഴിയിലുടനീളം മഴയായിരുന്നു. ഇങ്ങ് മുകളിലേക്ക് എത്തുന്തോറും ഒരു പുകമഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ കാഴ്ചയ്ക്ക് വളരെ ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ അതിനൊരു പ്രത്യേക ആകർഷണീയത ഉണ്ട് താനും. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞു. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായി ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് വളരെ അത്ഭുതം തോന്നും എങ്ങനെയാണ് ഇത്ര സൗകര്യങ്ങൾ ഈ മലമുകളിൽ ഒരുക്കിയിരിക്കുന്നതെന്ന്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്. ചുറ്റുപാടുമാകെ മഞ്ഞു മൂടി കിടക്കുകയാണ്. ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് എത്തുവാനുള്ള പടിക്കെട്ടുകളാണ് ആ സൈഡിലൂടെ കാണുന്നത്. രണ്ട് മാർഗങ്ങളുണ്ട് ഇവിടേക്ക് എത്താൻ. ഒന്ന് നമ്മൾ വന്ന വഴി, പിന്നെ നോക്കൂ, ഇത് മറുഭാഗത്തുള്ള ക്ഷേത്ര കവാടം. ഇവിടെ നിന്നും വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പാറയുടെ മുകൾ ഭാഗം കാണാം. അവിടേക്ക് എത്തുവാനുള്ള പടിക്കെട്ടുകളും കാണാം. 625 പടി കയറി വേണം ഈ ഭാഗത്തുനിന്ന് എത്താൻ. ഇത് പ്രധാനപ്പെട്ട ഗോപുരം രാജഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. നോക്കൂ, താഴേക്ക് നമ്മൾ വന്ന വഴിയാണ്. അവിടെ നിന്നും വാഹനങ്ങൾ കയറി വരുന്നത് കാണാം. പിന്നെ ചുറ്റുപാടും നോക്കിയാൽ തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ തമിഴ്നാടൻ ഗ്രാമഭംഗിയും ആസ്വദിക്കാം. തെങ്കാശിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക്. ചെങ്കോട്ടയിൽ നിന്നാണെങ്കിൽ 5 കിലോമീറ്ററും. 14-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. മധുര മീനാക്ഷി ക്ഷേത്രവും ഇതും ഏകദേശം ഒരേ കാലയളവിലാണ് നിർമ്മിച്ചത്. തിരുവരുച്ചേൽവരാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ചുറ്റുപാടും മലനിരകളും മേഘങ്ങൾ മൂടിയ ആകാശവും താഴെ നിന്നുള്ള പച്ചപ്പും എല്ലാം കൂടി ഈ പ്രദേശത്തിന് പ്രത്യേകമായ ഒരു സൗന്ദര്യമാണ് കൈവരുന്നത്. നോക്കൂ, താഴെ കണ്ട ആ പടിക്കെട്ടുകളാണ് ഇത്. അതിങ്ങനെ കയറി വന്നാൽ നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്താം. കുട്ടികളായിരിക്കുമ്പോഴാണ് ഞങ്ങൾ വിച്ചുവും വിനുവുമായി ഇവിടെ വന്നത്. അന്ന് അവർ ഈ പടിക്കെട്ടുകളെല്ലാം ഓടിക്കയറി ഇപ്പോഴും ഓർക്കുന്നു. രാജഗോപുരം കടന്നാൽ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. അങ്ങ് ദൂരെ കാണുന്നതാണ് കുമാരസ്വാമിയുടെ ശ്രീകോവിൽ. തമിഴ്നാടിൻ്റെ ക്ഷേത്ര നിർമ്മാണ രീതിയുടെ കൗതുകവും പ്രത്യേകതയും നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. വളരെ വിശാലമാണ്. കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്നാടിനേറെ സ്ഥല സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ ക്ഷേത്രവും അതുപോലെ തന്നെ വിശാലമായ ഒന്നാണ്. കുമാരസ്വാമി. വലിയ TV സ്ക്രീനിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങളും കുമാരസ്വാമിയെ തൊഴുതു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി. നോക്കൂ, ആൽമരം. അത് കഴിഞ്ഞാൽ ദൂരെ കാണുന്നത് ഉച്ചിപ്പിള്ളയാറാണ്. അതായത് ഗണപതി കോവിൽ ആണ്. ഉച്ചിപ്പിള്ളയാർ എന്ന് പറയുമ്പോൾ ഉയരത്തിലിരിക്കുന്നയാൾ എന്നാണ് അർത്ഥം. നല്ല മഴയുണ്ട്. ആളുകളെല്ലാം നനഞ്ഞാണ് നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ വന്ന റെയിൻകോട്ട് ഊരാതെ അതിട്ടാണ് ഞങ്ങൾ അതിലെല്ലാം നടന്നത്. അതുകൊണ്ട് ഒട്ടുമേ നനഞ്ഞില്ല.
ഇത് അഷ്ടപത്മക്കുളം ക്ഷേത്രക്കുളമാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല രീതിയിലാണ് അവരത് സംരക്ഷിച്ചിരിക്കുന്നത്. വളരെ ശുചിയാണ്. പരിസരമെല്ലാം നല്ല വൃത്തിയായാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ പച്ച പുതപ്പ് വിരിച്ചതുപോലെയുള്ള തമിഴ്നാടൻ ഗ്രാമഭംഗി, പുകമഞ്ഞു മൂടിക്കിടക്കുന്ന ആകാശം മുകളിൽ, ഒപ്പം നീലക്കുന്നുകൾ പോലെ പശ്ചിമഘട്ട മലനിരകൾ, താളത്തിൽ പെയ്യുന്ന മഴയും എല്ലാം കൂടെ ഈ പ്രദേശത്തെ എത്ര സുന്ദരമാക്കിയിരിക്കുന്നെന്നോ. ഈ ദൃശ്യവിരുന്ന് ആവോളം ആസ്വദിച്ച് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു. ഈ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. വിനായക കോവിലുണ്ട്, മുരുകന് വേറെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ അമ്മൻ കോവിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് സപ്തകന്യകകൾക്ക് പ്രത്യേക ശിലയുള്ളതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എല്ലാം ആവോളം കണ്ട് കുമാരസ്വാമിയെ തൊഴുത് ഞങ്ങൾ മടങ്ങുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.